ഗഡികളെ എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസമായി നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് പ്രതികരിക്കേണ്ട ഗംഭീര വിഷയമില്ല. ഈ വിഷയം ഒരു പ്രതികരിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയമല്ല. എന്നാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ആവാം, എങ്ങനെയൊക്കെ ആവരുതെന്ന് ഒറ്റ വ്യക്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു വീഡിയോ കൂടിയാണ് ഇത്. സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന തൊപ്പി തൊപ്പി തൊപ്പി, എവിടെ നോക്കിയാലും തൊപ്പി. അങ്ങനെയാണ് ഞാനൊന്ന് ജസ്റ്റ് അപ്പോൾ ഞാൻ റീൽസിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ കുറച്ച് റീൽസൊക്കെ കണ്ടപ്പോൾ കൊള്ളാലോ പയ്യൻ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മൊത്തത്തിലൊന്ന് നോക്കിയപ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. പിന്നെ തൊപ്പിയുടെ വലിയ ഇഷ്യൂ നടന്ന സമയത്തുള്ള ന്യൂസൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ തൊപ്പി എന്നുള്ള മനുഷ്യൻ, അതായത് ഒരു സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്നു, ഒറ്റപ്പെടലാണ് തൊപ്പിയെ ആദ്യം ഇങ്ങനെയൊക്കെ ആക്കിയത്. എല്ലാം ആക്കിയത് ഒറ്റപ്പെടലാണ്. ആദ്യം തൊപ്പി ഒറ്റപ്പെട്ട് ആ ഒരു പ്രശ്നങ്ങളൊക്കെ നീങ്ങി, സ്വന്തം കൂട്ടുകാരൻ മരണപ്പെട്ടു, അതിൻ്റെ ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്നു, അത് വൈറലാവുന്നു. എങ്ങനെ വൈറലാവുന്നു? നെഗറ്റീവിലൂടെ വൈറലാവുന്നു. അതായത് വെറും അശ്ലീലം മാത്രം സംസാരിച്ചുകൊണ്ടാണ് അന്നത്തെ കാലത്ത് തൊപ്പി വൈറലായിട്ടുള്ളത്. അതിനിടയ്ക്ക് 1, 2, 3 കേസുകളും വരുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് പോലും കൊച്ചിയിലാണ് തൊപ്പി താമസിക്കുന്നത്. നിഹാദ് എന്ന തൊപ്പി താമസിക്കുന്ന കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് കണ്ണൂർ ഈ ഇടയ്ക്ക് വരെ അദ്ദേഹം കേസുമായി ബന്ധപ്പെട്ടിട്ട് പോവുകയുണ്ടായി, മുൻകാലത്തെ കേസ്. അതിലൊരു കേസുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് തൊപ്പിയെ അറസ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് അറിയും. സ്വന്തം വീടിൻ്റെ വാതിൽ തല്ലി പൊളിച്ചിട്ടാണ് പോലീസ് അന്ന് തൊപ്പിയെ അറസ്റ്റ് ചെയ്യുന്നത്. ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. വീഡിയോയിൽ തന്നെ തൊപ്പി തന്നെ എടുക്കുന്നുണ്ട്, വാതിൽ പൊളിക്കുന്നത്. അപ്പോൾ തൊപ്പി അങ്ങനെ ആദ്യ സമയങ്ങളിൽ തൊപ്പിയുടെ രൂപം വേറെ ആയിരുന്നു, മുടി ഹെയർ സ്റ്റൈൽ വേറെ ആയിരുന്നു. അങ്ങനത്തെ ആ ഒരു സമയത്താണ് തൊപ്പി വൈറലായി ഭയങ്കരമായിട്ട് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നത്. അത് നെഗറ്റീവായിരിക്കാം, പോസിറ്റീവായിരിക്കാം. അതിനുശേഷം തൊപ്പി ഇതൊന്നും വേണ്ട എന്ന് വിചാരിച്ച് ഒരു 6 മാസം വിട്ടു നിൽക്കുന്നു. നല്ല വരുമാനം കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് വിട്ടു നിൽക്കുന്നു. ആ വിട്ടു നിന്നത് എന്താണെന്ന് തൊപ്പി തന്നെ ഈ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. എന്താണ് വിഷയം എന്ന് വെച്ചാൽ, സ്വന്തം വീട്ടിൽ നിന്നും വിളിക്കും എന്നുള്ളത്. അപ്പോൾ വീടുമായിട്ട് തൊപ്പിക്ക് ബന്ധമില്ല. കാരണം ആ ഒരു വിഷയത്തോടൊരു വീട്ടിൽ നിന്നൊക്കെ പുറത്തായി. തൊപ്പിയിലെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അതായത് ഒരു മതത്തിൻ്റെ ആ ഒരു രീതിയിൽ ജീവിക്കുന്നവരാണ്. അവരും പക്ക തന്നെയാണ്. അവരെ ഇത് വെച്ച് നോക്കുമ്പോൾ അവർ കറക്റ്റാണ്. തൊപ്പിയുടെ വേറെ രീതിയിൽ പോകുന്നു. എന്നാലും തൊപ്പി ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് അവൻ്റെ വാപ്പ അവനെ വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് തൊപ്പി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ 6 മാസക്കാലം തൊപ്പി ഈ പരിപാടി ഒന്നും ഇല്ലാണ്ട് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഈ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി വേറൊരു ഹെയർ സ്റ്റൈൽ വരുമ്പോൾ ആരോ കമൻറ്റ് ചെയ്തു, ഇത് പുതിയ നിഹാദ് തൊപ്പിയല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് പിന്നെ രണ്ടാമത്തെ വരവ് ഒരു ഗ്യാങ്ങോട് കൂടിയിട്ടാണ് തൊപ്പി വന്നിട്ടുള്ള സ്ക്രീൻ ചെയ്യാനായിട്ട് യൂട്യൂബിൽ. ആ ഗ്യാങ്ങായിട്ട് പിന്നെ അങ്ങോട്ട് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഭയങ്കരമായ ഒരു രീതിയിൽ, പണ്ടത്തെ രീതിയിൽ നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ പുള്ളി വേറെ ലെവലാണ്. സത്യം പറഞ്ഞാലേ നമ്മൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. തൊപ്പി പറഞ്ഞിട്ടുണ്ട് അശ്ലീലം സംസാരിക്കരുത്, വെറും അശ്ലീലം മാത്രം സംസാരിച്ചിട്ടാണ് ജനങ്ങളിൽ ഇത്രയും സ്വീകരിക്കപ്പെട്ടത്. അതിനുശേഷം തൊപ്പി അശ്ലീലമായ ഭാഷകൾ ആരെയും പറയാൻ അനുവദിക്കുന്നില്ല. അതൊക്കെ ഇതിൽ പറയുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തൊപ്പി ആ ഒരു രീതിയിൽ പിന്നെ എന്താ വെച്ചാൽ വളരെ നന്മയുള്ളതാണ്. തൊപ്പിനെ അന്വേഷിച്ചിട്ട് എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, വിജയിനെ കാണാനൊരു ഉണ്ണിക്കണ്ണം എന്തൊട്ടൊരു മണ്ടൻ പോയ മാതിരി തൊപ്പിനെ കാണാൻ ഒരാൾ കാൽനടയായിട്ട് വരുന്നത്. അപ്പോൾ അത് അവിടെ നിന്നാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ തൊപ്പിനെ കണ്ടിട്ട് വരാം. അപ്പോൾ നിലമ്പൂരിൽ നിന്നും എറണാകുളത്തേക്ക് കാൽനട യാത്രയായിട്ട് ഒരു തൊപ്പി ആരാധകൻ, മണ്ടനാണെന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ആദ്യം കാണാം. അതിനുശേഷം തൊപ്പിയുടെ അടുത്ത് എത്തിയതിന് ശേഷം തൊപ്പി കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. അതാണ് ഭയങ്കര ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ അത് രണ്ടും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ടക്കെന്ന് കേരളത്തിന്റെ ഒരു വിജയം, തമിഴ്നാട്ടിന്റെ വിജയമാണല്ലോ കേരളത്തിന്റെ തൊപ്പി. ഇപ്പത്തെ തൊപ്പി നിഹാല് അല്ലേ, ആർക്കും അറിയാലോ. ഞാൻ ഇപ്പൊ ഈ പെരുന്തൽമണ്ണിന്ന് ഞാൻ അടുത്ത് പട്ടാമിന്ന് വന്നപ്പോ ഈ സാധനം തോളത്തിട്ട് ഈ യുക്ക് ഞാൻ സാധനം തോളത്തിട്ടത്, ഇത് ഇട്ടിട്ട് ഇന്റെ സമയം പോവാ. എന്താ വെച്ചാൽ ഇത് ഇട്ടിട്ട് ഇത് കുങ്ങനെ വെച്ച് പോകുന്നാല് ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. എന്റെ സമയം, എന്റെ ടാർഗറ്റ് സമയം വൈകുകയാണ്. കേരളത്തിന്റെ ഒരു വിജയനാണ്.
അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിന് ശേഷം തൊപ്പിയുടെ അടുത്ത് അദ്ദേഹം എത്തിയതിന് ശേഷം തൊപ്പി കൊടുക്കുന്ന ഒരു ക്ലാസ് ഉണ്ട്, അതും കൂടി കണ്ടിട്ട് വരാം കേട്ടോ. വലിയ ചോദ്യമാണ് തൊപ്പി ചോദിച്ചത്. അദ്ദേഹം അടുത്തിരുത്തിട്ട് ചോദിക്കുന്നു, കല്യാണം കഴിഞ്ഞാൽ മക്കളില്ലേ, നിങ്ങളെ മക്കള് വലുതാവുമ്പോൾ ഇത് കാണും, ഇത് മറ്റുള്ളവർ കാണിക്കുമ്പോൾ അവരുടെ ഒരു നാണക്കേട് ഉണ്ടല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ കറക്റ്റല്ല പറഞ്ഞു. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോൾ ലാസ്റ്റ് അവരെ മക്കൾ ആൾക്കാർ ട്രോളൂലേ എന്നുള്ള കാര്യമാണ് തൊപ്പി കൊടുക്കുന്നത് കേട്ടോ. അത് ഗംഭീരമാണ്, ആരും പറയാത്തതാണ്, വളരെ നല്ലൊരു പോയിന്റാണത്. സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ അപഹാസ്യനാവുമ്പോ ചോദിക്കൂലെന്ന് തൊപ്പി ചോദിക്കുന്നത് ഗംഭീരം കിട്ടും, ഒരു രക്ഷയില്ല. തൊപ്പി സമ്മതിച്ച്. അപ്പൊ അതാണ് തൊപ്പി എന്നുള്ള അതന്നല്ല തൊപ്പിയിലുള്ള ഒരു നന്മ. അടുത്ത ഒരു വീഡിയോയില് തൊപ്പിയുടെ ഒരു നന്മ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതേമാതിരി തന്നെ തൊപ്പി ഗ്യാങ്ങിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് ഒരു ഹിന്ദി മാഷ് വരികയുണ്ടായി. ഒന്ന് ആലോചിക്കണേ, മാഷന്മാരൊക്കെ വരുന്നേ തൊപ്പി ഗ്യാങ്ങിൽ ചേരാൻ. അപ്പം ആ ചെറുപ്പക്കാരൻ്റെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ അവൻ കൊടുക്കുന്നൊരു ഇതുണ്ടല്ലോ, എൻ്റർടൈൻമെൻറ്റ്, ആ ഒരു സംഭവം അത്രയും ജനങ്ങളിലേക്ക് എത്തുന്നതുകൊണ്ടാണല്ലോ ഈ വക സംഭവങ്ങൾ. അങ്ങനെ ഈ ഹിന്ദി മാഷ് വരുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തൊപ്പി പറയുന്നത്, നീ പോയിട്ട് അത് ചിരി വരും, പോയിട്ട് ഈ പൈസ കൊടുക്കാനുള്ളവരോട് ഞാൻ ആ വീഡിയോ ഇടുന്നില്ല, കുറേ വീഡിയോ ഇടുന്നില്ല, പൈസ കൊടുക്കാനുള്ളവരോട് നീ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് പോവാ തൊപ്പിക്ക് വെച്ചാൽ. അതേമാതിരി ഒരു നിനക്ക് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് വരാൻ പറയുന്നത് തൊപ്പി. അത് കഴിഞ്ഞിട്ട് തൊപ്പീരെ അടുത്ത് കുറേ പിള്ളേർ എത്തുന്നുണ്ട്, അതായത് യൂട്യൂബ് ചാനലൊക്കെ ഉള്ള എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് തൊപ്പി വിടുന്നത് കേട്ടോ. അതായത് വെറും 500 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരോ അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ വെറും 100 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളവരെ ആ സമയം കൊണ്ട് അവിടെ ഇരുത്തിയിട്ട് 6K 10K ഒക്കെ ആക്കിയിട്ടാണ് തൊപ്പി വിടുന്നത്. അങ്ങനത്തെ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ചേട്ടൻ അനിയനും നടന്നു വന്നു. നീ ഇപ്പൊ പോകണ്ട, ഒന്ന് നോക്കട്ടെ ആദ്യം നന്മ. നീ ഇപ്പൊ പോകണ്ട, നീ അവിടെ ഇരിക്കുക, റൂമിലിരിക്കുക. അതേമാതിരി തന്നെ ഈ കാൽനടായിട്ട് പോയ അയാൾ തന്നെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അവിടെ റൂമിലിരുത്തി ബിരിയാണിയൊക്കെ കൊടുത്ത് അവിടെ ഫുഡൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടാണ് തൊപ്പി വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് തൊപ്പി എന്നുള്ള മനുഷ്യൻ. എങ്ങനെയാണ് ഞാൻ പറയില്ലേ, ഫസ്റ്റ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി ഒരാൾ മോശമാവാം നല്ലതാവാം. ഇപ്പം നല്ല രീതിയിൽ എല്ലാവർക്കും സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ, മറ്റുള്ളവരെ മാതിരിയല്ല, എല്ലാവരുടെ മുൻപിലും സ്വീകരിക്കപ്പെടുന്ന രീതിയിലാണ് തൊപ്പി എന്ന മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, നന്മയുള്ള ഈ തൊപ്പി എന്ന നിഹാദ് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൊപ്പിയുടെ നന്മയുടെ ഒരു വീഡിയോ കൂടെ ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ ഒരു സ്ഥലത്ത് പോയിട്ടേ പാവപ്പെട്ടത് രണ്ടുമൂന്നേരെ കണ്ടപ്പോൾ തൊപ്പി അവരോടൊക്കെ സംസാരിച്ച് സ്നേഹം തോന്നിയിട്ട് കൂടെയുള്ള ആളോട് പോയിട്ട് പൈസ ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. പൈസ വരുമ്പോ സ്വന്തം പൈസ ചോദിക്കുന്നത്. അതൊന്ന് കാണട്ടോ നിങ്ങൾ വീഡിയോ. ഇതൊന്നും വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതല്ലട്ടോ. ആ പൈസ ആയിട്ട് പോകാൻ നോക്കിയാൽ ഒരിക്കലും ക്യാമറയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല. പക്ഷെ അവരുടെ കൂടെ ഒരു ക്യാമറമാൻ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പറഞ്ഞത് തൊപ്പി എന്ന് പറഞ്ഞ മനുഷ്യൻ. അപ്പോൾ ഒരു ഒറ്റ വീഡിയോ കൂടെ തൊപ്പി മാറി, എങ്ങനെ മാറി അല്ലേ, നിഹാദ് അങ്ങനെ പറയാം, മാറി അവൻ ഗ്യാങ്ങിന് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. ആ വീഡിയോ കൂടെ ഞാനൊന്ന് കാണിക്കാം കേട്ടോ. അതായത് തെറി പറയരുത്, അതിനുള്ള കാരണം എന്താണ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗ്യാങ്ങിന് കൊടുക്കുന്ന ഒരു ഉപദേശം കൂടെ കാണാം.
ഹലോ കേട്ടികളെ, അപ്പൊ ഇത് ഇവിടം കൊണ്ടൊന്നും നിൽക്കുന്ന പ്രശ്നമില്ല. തൊപ്പി കേരളക്കാര മൊത്തം കീഴടക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നന്മ നിറഞ്ഞ തൊപ്പി എന്ന നിഹാദ് കേരളം കീഴടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും നിങ്ങളുടെ സ്വന്തം കാക്കു. ബായ്.